തിങ്കളാഴ്ച രാവിലെ തുടങ്ങിയ മഴയ്ക്ക് യാതൊരു ശമനവുമില്ല. ശക്തമായി തുടരുന്നു. ഇരുവഴിഞ്ഞി, ചാലിയാർ, ചെറുപുഴകൾ കരകവിഞ്ഞു. കിഴക്കൻ മലയോരങ്ങളിലെ പലയിടങ്ങളിലെ റോഡുകളിലും വെള്ളം കയറി ഗതാഗതം നിലച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറി ദുരിതത്തിലായി. മുക്കം പുൽപ്പറമ്പ് റോഡും അങ്ങാടിയും വെള്ളത്തിൽ മുങ്ങി. വെള്ളത്തിൽ മുങ്ങിയ പുൽപ്പറമ്പ് അങ്ങാടിയിലെ കടകളിലെ സാധനങ്ങൾ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ മാറ്റി. പുതുതായി ആരംഭിച്ച മെഡിക്കൽ ലാബിൽ വെള്ളം കയറിയതിനാൽ സാമഗ്രികൾ മാറ്റി. IGN ആശുപത്രിയിൽ വെള്ളം കയറി. പുൽപ്പറമ്പ് വഴി കോഴിക്കോട്, മാവൂർ, മുക്കം ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. ചേന്നമംഗളൂർ കക്കാട് റോഡ് വെള്ളത്തിലായി. തോട്ടം ഭാഗത്ത് വെള്ളം കയറിയതിനാൽ യാത്രാമാർഗ്ഗങ്ങൾ മുടങ്ങിയിരിക്കുകയാണ്. മംഗലശ്ശേരി തോട്ടിലെ റാഫിയുടെ വീട് വെള്ളപ്പൊക്ക ഭീഷണിയിൽ ഒഴിപ്പിച്ചു. വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നതിനാൽ പലയിടങ്ങളിലെയും വീട്ടുകാർ സാധനങ്ങൾ മുകൾ ഭാഗത്തേക്കും അയൽ വീടുകളിലേക്കും മാറ്റി. 3 പുഴകളിൽ നിന്നുള്ള ജലനിരപ്പ് ഉയർന്നതിനാൽ മാറ്റമില്ലാതെ തുടരുകയാണ്. കുളിമാട് ഭാഗങ്ങളിലെ റോഡുകൾ പൂർണ്ണമായി മുങ്ങി. പുൽപ്പറമ്പ്, ആയിപ്പുറ മേഖലകൾ ഒറ്റപ്പെട്ടു. മുക്കം ചേണാട് റോഡ് മുങ്ങി. ചാലിയാർ പുഴയുടെ സമ്മർദ്ദവും വെള്ളപ്പൊക്ക ഭീഷണിയും ശക്തമായിട്ടുണ്ട്. മുക്കം നഗരസഭയിലെ താഴ്ന്ന ഒട്ടുമിക്ക പ്രദേശങ്ങൾ വെള്ളത്തിലായി. മുക്കം നഗരസഭയിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ചെമ്പുകടവ്, അങ്ങാടിക്കടവ് ചേർന്നുള്ള ആരാധനാലയങ്ങൾ എന്നിവയെല്ലാം വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നു. ചെമ്പുകടവ് അക്കരെ ഇക്കരെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. ദേശം താണ്ടിയെത്തിയ വിവിധയിനം ജലപക്ഷികളും കുഞ്ഞുങ്ങളും വെള്ളപ്പൊക്ക ഭീഷണിയിൽ ദുരിതത്തിലായി. കുഞ്ഞുങ്ങളെയും എടുത്ത് അടുത്ത മാസം മടങ്ങിപ്പോകാനിരിക്കെ കൂട് ഒരുക്കിയ പുൽപ്പറമ്പിലെ ദർശനീയ മരങ്ങൾ വെള്ളത്തിൽ മുങ്ങി ഒഴുകിപ്പോയി. ഒടുവിൽ പെരുമ്പാട്ടിയിലെ ഷഫീഖ്, ആയിപ്പമലയിലെ ജുനൈദ് എന്നിവർ ചേർന്ന് ഏതാനും ജലപക്ഷി കുഞ്ഞുങ്ങളെ രക്ഷിച്ചു. എൻലൈറ്റ് ന്യൂസ്, മുക്കം.